പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 8 മണി സമയമാണിത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മിഡ് വെയിൽസിലാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാനിത് ഇപ്പം മേളിൽ എഴുതി കാണിക്കാം. അതിപ്പോൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല സ്നോഡോണിയ നാഷണൽ ഫോറസ്റ്റ് പാർക്ക്, നാഷണൽ പാർക്ക് റേഞ്ചിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതിമനോഹരമായ സ്ഥലങ്ങൾ. 6:30 എഴുന്നേറ്റു. ഇത് കണ്ടോ, ബ്യൂട്ടിഫുൾ 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 ബ്യൂട്ടിഫുൾ. അതുകൊണ്ടാണ് നമ്മൾ ട്രാവൽ വ്ളോഗ് അല്ല, ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം, സ്വർഗം പോലൊരു സ്ഥലം. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാം. നല്ല പോളി വൈബാണ് കേട്ടോ. അത്യാവശ്യം ഒരു എന്താ പറയുന്നത്, വെയിലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ നമ്മൾ വന്നു ചാടിയപ്പം മഴയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ രാവിലെ ബൂട്ടും കാര്യങ്ങളും ബൂട്ടൊക്കെ ഇട്ട് മഴയൊക്കെ പിടിച്ച് സെറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയത് കണ്ടോ. നല്ലൊരു ഫാം ഹൗസ്. കുഞ്ഞ് എന്തൊക്കെയുണ്ട് ഇവിടെ? ലാംസ് ഉണ്ട്, ഷീപ്സ് ഉണ്ട്, ലാമ്പുണ്ട്. കണ്ണത്താ ദൂരത്ത് ഫാം ഹൗസിലാണ്. മുട്ടക്കുന്ന് കണ്ട് മുകളിലും ഇവിടെ എല്ലാം ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇപ്പം നമ്മൾ സാധാരണ ഒരു വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ബീച്ചൊക്കെ തപ്പിപ്പോവുകയാണ് പതിവ്. സിറ്റിയിലാണ് താമസിക്കാറ്. ഇപ്രാവശ്യം എന്തോ ഒരു ചേഞ്ച് വേണമെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ തപ്പിയെടുത്ത സ്ഥലമാണ് ഈ സ്ഥലം. നമ്മൾ കോട്ടേജിൻ്റെ ഞാൻ കാണിക്കാൻ, നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ കണ്ണടച്ചിരുന്നാൽ ഉണ്ടല്ലോ രാത്രിയൊക്കെ ഉറക്കം കിട്ടാനൊക്കെ എന്താ സുഖം. രാജു, സ്ഥലം എങ്ങനെയുണ്ട്? പ്രകൃതി മരണീയത, പോകാൻ തോന്നത്തില്ലാത്ത രീതിയിൽ നല്ല രസമാണ്. ആമിക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാം? ഒരു മെയിൻ ലൊക്കേഷൻ വരെ നമുക്ക് സാറ്റ്നാവ് വർക്ക് ചെയ്യും. ആ മെയിൻ ലൊക്കേഷൻ കഴിഞ്ഞാൽ സാറ്റ്നാവ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവരൊരു പേപ്പറിൽ ഇൻസ്ട്രക്ഷൻ തരും, അതിൻ്റെ ആ ഡയറക്ഷനൊക്കെ നോക്കി വരണം. പക്ഷേ മോനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ 8 മണിയായപ്പോൾ ഇത്ര ഫ്രഷായിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, നമ്മൾ സാധാരണ സിറ്റിയിലൊന്നും പോയാൽ കിട്ടാത്തൊരു സുഖമാണ് അത്. രാവിലെ എഴുന്നേൽക്കുക, ഇതിനു വേണ്ടി മെനക്കെട്ട് എഴുന്നേറ്റ് നല്ല അടിപൊളി സ്ഥലമാണ്. അത് കണ്ടോ, എന്താ ഇതാ പറമ്പ്, ഇത് ഇവരുടെ ഈ പ്രോപ്പർട്ടി കൂടെ ഒഴുകുന്നതാണ്. ലിസൺ ടു ദിസ് മാൻ, ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ. ഈ കോട്ടയിലാണ് നമ്മൾ താമസിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന വിൻഡോ ഒരു ചെറിയ ബെഡ്റൂമാണ്. ചെറിയൊരു പിക്നിക് ഏരിയ ഉണ്ട്. ഇവിടെ മേളിലും ചെറിയൊരു പിക്നിക് ഏരിയ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. വാ, നമ്മളിത് വഴി ഇറങ്ങി മേളിലേക്ക് പോവാം. അയ്യോ, ഇതാണ്ട ഇതിൻ്റെ ബാക്ക് യാർഡാണിത്. ഈ ബാക്ക് യാർഡിൽ ഫുള്ള് മൗണ്ടൻ മാത്രമേ നമുക്ക് ഇവിടുന്ന് നല്ല വ്യൂ വീടിൻ്റെ അകത്ത് കിട്ടും. ഒരൊറ്റ ബ്ലൈൻഡ് പോലും ഇല്ല. അതായത് ഒരു ബ്ലൈൻഡ് ഇല്ല. അതായത് നാച്ചുറലി സൺലൈറ്റൊക്കെ ഒരു 6:30, 7 മണി 8 മണി ആകുമ്പോഴേക്കും മൗണ്ടൻസ് കാരണം കട്ടാവുകയാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ബ്ലൈൻഡ്സ് പോലും യൂസ് ചെയ്യണ്ട. ഇതാണ്ടോ, ഇവിടുന്ന് ഇപ്പോൾ ഇതൊരു മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ സാധനം മേടിക്കാനുള്ളതൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് നല്ലതാണ്. പിന്നെ ഇവിടുന്ന് അടുത്തൊരു 20 മിനിറ്റ്സ് ഒരു ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺഷിപ്പ് ഉണ്ട്. അതിനടുത്തൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടോ, ഇത് പ്രകൃതിയാണ് മോനെ, മൊത്തം പ്രകൃതി. ഇതാ എൻ്റെ പൊന്നോ, നാലേച്ച് വാങ്ങണം. നല്ല എന്താ പറയുന്നത്, നല്ല തണുപ്പ് ഇപ്പോൾ ഉള്ളത് ഉണ്ടായിട്ട് പോലും നമുക്ക് രാവിലെ എഴുന്നേക്കാനുള്ള വൈബ്. ഇപ്പോൾ ഒരു നല്ല വെയിൽ കാലാവസ്ഥയാണ്, നല്ല സണ്ണി കാലാവസ്ഥയാണ്. നല്ല സമ്മറാണെങ്കിൽ
ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറേ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു അന്യ ഫീലായിരിക്കും. ഇതുവഴി കയറി വാടാ, അതുവഴി കയറി വാ. ഇന്നലെ ഷീപ്പ് വന്ന പോലെ വീഴല്ലേ. കയറി വാ ഇങ്ങോട്ട് വാ. ആ വെള്ളത്തിൽ സ്റ്റാമ്പ് ചെയ്യണം, സ്റ്റാമ്പ് ചെയ്തു. ആ സ്റ്റാമ്പ് ചെയ്തോ. അതിൻ്റെ അകത്ത് ഇറങ്ങിക്കോ കൊച്ചിൻ്റെ, അതിൻ്റെ അകത്ത് ഇറങ്ങിക്കോ. ആ അത് വില്ലീസല്ലേ, അപ്പം കുഴപ്പമില്ല. അപ്പുറത്തെ ആ ലേക്കിൻ്റെ അകത്ത് ഇറക്കാം കേട്ടോ. നിനക്ക് സ്റ്റാമ്പ് ചെയ്യാം, പക്ഷേ ബൂട്ട് നനയരുത്. വാട്ടർ പ്രൂഫ് ആ ബൂട്ടാണ്, പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇന്ന് എവിടെയും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബാർബിക്യൂ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. വെയിൽ വന്ന, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഈസ്റ്റർ വരെ എല്ലാം നല്ല സൂപ്പർ വെതറായിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ വെതർ കണ്ടമാൻ, ഒറ്റ ദിവസം കൊണ്ട് ഈ വെതർ ഈ പരുവായി. അതുകൊണ്ട് അറിയത്തില്ല. എന്തായാലും സ്റ്റെക്കേഷനാണ് മെയിൻ, സ്റ്റെക്കേഷൻ, സ്റ്റേ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാജറേഷൻ അല്ല, നമ്മൾ പറഞ്ഞ സ്ഥലം താമസിക്കുന്ന വീടിൻ്റെ ഡിസ്റ്റൻ്റ് വ്യൂ ആണ്. അതാണ് വീട്. ഇങ്ങോട്ട് നോക്കുക. നമ്മൾ എന്നാ പറയുന്നത്, അമേസിങ് എന്ന് പറയുമ്പം ഇതാണ് നമ്മൾ പറയുന്നത് കണ്ടോ. ദൂരെ നോക്കുമ്പോഴതിൻ്റെ ചന്തം മനസ്സിലാകുന്ന കണ്ടോ. ഇത് കണ്ടോ, മഴക്കോളൊക്കെ കൂടി ഇത് വല്ലാത്തൊരു എന്നാ പറയുന്നത്, ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. ഇത് നല്ല ഇതാണ്ട, ചെറിയ നാടൻ വഴികൾ, എല്ലായിടത്തും ഫാമാണ്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഫാമാണ്. ഒരു രക്ഷയില്ല മക്കളെ. Peppa Pig! Go Peppa Pig! Peppa Pig! Peppa. നമ്മൾ ആ ഗേറ്റ് കടന്നു വരുമ്പോൾ വരുന്ന ഇതാണ് കേട്ടോ സ്റ്റേ. ഇതാണ് സ്റ്റേയുടെ, അതായത് ഈ പറയുന്ന അവർ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഹോസ്റ്റ് താമസിക്കുന്ന വീടാണിത്. ചെറിയ 2 പാർക്കിങ് അധികം. യെസ്. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ളതുണ്ട്. അവരുടെ വണ്ടിയുണ്ട്, ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 3-4 പാർട്ടീസ് വന്നാൽ അവർക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിങ്സ് ഉണ്ട്. ഉണ്ട്, നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെന്താണ്, ഇത് അവരുടെ താമസ സ്ഥലം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് പോകാനുള്ളത് ഇങ്ങോട്ടാണ്. പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഗ്രാസിൽ കൂടെ പോകരുത്, അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ടല്ലോ സാധാരണ പോലെ. ആ നിയമങ്ങൾ നമ്മളങ്ങ് പാലിക്കുക. ഇതുണ്ട, നല്ല സുന്ദരമായ ചെറിയ ഇടനാഴി. ഇതൊരു ബെഡ്റൂമാണ്. ഇത് നമുക്ക് എക്സ്ട്രാ കാശ് കൊടുത്താൽ ഓപ്പൺ ചെയ്ത് തരും. 45 പൗണ്ട് ഡബിൾ ബെഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതുവഴി കയറി വന്നാൽ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഈ സ്റ്റുഡിയോയുടെ. എന്നുണ്ട് ചെരുപ്പൊക്കെ വെക്കാനുള്ള സെറ്റപ്പ്, ഒരു ചെറിയൊരു സോഫ ബെഡ്, ഫയർ പ്ലേസ്, നമുക്ക് എക്സ്ട്രാ ക്വിൽസ് അങ്ങനത്തെ കാര്യങ്ങൾ. കിച്ചൺ ആവശ്യത്തിനുണ്ട്, ഇൻഡക്ഷൻ ഉണ്ട്. പിന്നെയുള്ളതാണ് മേളത്തെ ഒരു ബെഡ്റൂം, അതായത് ഒരു ഡബിൾ ബെഡാണ്. അതിന് വേണ്ടി കയറി പോകാൻ വേണ്ടി ഒരു ഏണിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒരു ബാത്ത് ടബ്, പുറത്തേക്ക് ചെറിയൊരു വിൻഡോ. നമുക്ക് ഇതിൻ്റെ അന്ന് പുറത്തേക്ക് ആക്സസ് ഇല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് തുറന്നിടാം. നമ്മൾ എക്സ്ട്രാ റിക്വസ്റ്റ് ചെയ്താൽ ഒരു 45 പൗണ്ട്സ് അങ്ങോട്ട് കൊടുത്ത ഒരു ഡബിൾ ബെഡ് ഉള്ളിലുണ്ട്. നല്ല റൂമാണ്, ഞങ്ങൾ കയറി കണ്ടതാണ്. അത് തുറന്ന് കിടക്കണമെന്ന് നോക്കട്ടെ. അത് ലോക്ക്ഡാണ്. നമ്മൾ മേളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിച്ചിടുക, സൂക്ഷിച്ച് മേളിലേക്ക് കയറുക. ഉണ്ടാ, ഇതാണ് ഇതിൻ്റെ വ്യൂ. പുറത്തേക്കുള്ള ആക്സസ്. നമ്മൾ ബാർബിക്യൂ ചെയ്യാനും ചെറിയൊരു പിക്നിക്ക് ഇതാണ്.